ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. 14 CPIM പ്രവർത്തകരെയാണ് വെറുതെ വിട്ടത്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പാർവതി സത്യദേവൻ ആണ് ചേരുന്നത്. പാർവതി, 2 BJP പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ട കേസാണ്. നിലവിൽ ശിക്ഷ അനുഭവിക്കുന്ന മറ്റ് കേസിൽ ശിക്ഷ അനുഭവിക്കുന്നവർ ഉൾപ്പെടെ പ്രതികളായിട്ടുള്ള കേസാണ്. പക്ഷേ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വിധി ഉണ്ടായത്? അഭിലാഷ്, ന്യൂമാഹിയിലെ BJP പ്രവർത്തകരുടെ കൊലപാതകം ഏറെ പ്രമാദമായ കേസായിരുന്നു. കേസിൽ 16 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേർ നേരത്തെ മരിച്ചിരുന്നു. മൊത്തം അതിനുശേഷം 14 പ്രതികൾ. ഇവരെ 14 പേരെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു. BJP RSS പ്രവർത്തകരെ ന്യൂമാഹിയിൽ ബൈക്ക് തടഞ്ഞു നിർത്തി ബോംബെറിഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 3ന്റെ വിധി വന്നിരിക്കുന്നത്. ഈ കേസിന്റെ വിചാരണ കഴിഞ്ഞ ജനുവരിയിലാണ് തുടങ്ങിയത്. കോടതി പറഞ്ഞത് പ്രതികൾക്കെതിരായ കുറ്റം തെളിയിക്കാനായില്ല, ഇവർക്കാർക്കും കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ഒപ്പം തന്നെ TP വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവരുൾപ്പെടെ 16 CPM പ്രവർത്തകരായിരുന്നു ഈ RSS പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ. ഇതിന്റെ വിചാരണ കാലയളവിൽ നേരത്തെ കൊടിസുനി എത്തിയത് വിവാദമായിരുന്നു. ഇയാൾ പരോളിൽ ഇറങ്ങിയ ശേഷം കേസിന്റെ വിചാരണയ്ക്ക് ജയിലിൽ നിന്നെത്തിയ കൊടിസുനി ഹോട്ടലിലെ പാർക്കിംഗ് സ്ഥലത്ത് സഹതടവുകാരോടൊപ്പം മദ്യപിക്കുന്ന CCTV ദൃശ്യങ്ങളടക്കം വിവാദമായിരുന്നു. ഈ കേസിന്റെ വിചാരണ കാലയളവിലാണത് സംഭവിച്ചിരുന്നത്. 2 DYSPമാരായിരുന്നു ഈ കേസ് അന്വേഷിച്ചത്. RSS പ്രവർത്തകരായ പള്ളൂർ സ്വദേശിയായ വിജിത്, ഷിനോജ് എന്നിവരെ ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം കൊലപ്പെടുത്തിയ കേസിലാണ് വിധി വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ കേസിന്റെ വിചാരണ ജനുവരി 22-നാണ് കേസിൽ വിചാരണ തുടങ്ങിയത്. ജൂലൈയിൽ സാക്ഷി വിസ്താരവും പൂർത്തിയായിരുന്നു. 63 തൊണ്ടിമുതലും 140 രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. പ്രോസിക്യൂഷൻ 44 സാക്ഷികളെയും പ്രതിഭാഗം 2 സാക്ഷികളെയും കേസിൽ വിസ്തരിച്ചിരുന്നു. കൊല്ലപ്പെട്ട ഷിനോജിന്റെ പോലീസ് സ്റ്റേഷനിലുള്ള ബൈക്ക് വിചാരണ തുടങ്ങിയ ദിവസത്തിൽ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ ഇതൊന്നും പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കാൻ മതിയായ രേഖകളല്ലെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ പ്രതികളായിട്ടുള്ളവർ T. സുജിത്, K. സുനിൽകുമാർ, TK സുമേഷ്, മുഹമ്മദ് ഷാഫി, ഷമിൽ, അബ്ബാസ്, രാഹുൽ, ബിനീഷ്, ഷിനോജ്, ഫൈസൽ തുടങ്ങിയവരാണ് കേസിലെ പ്രതികൾ. ഇതിൽ 10ാം പ്രതിയും 12ാം പ്രതിയുമാണ് നേരത്തെ മരിച്ചു പോയിട്ടുള്ളത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P. പ്രേംരാജനും പ്രതിഭാഗത്തിന് വേണ്ടി അഡ്വക്കേറ്റുമാരായ K. ശ്രീധരനും K. വിശ്വനുമാണ് ഹാജരായിട്ടുള്ളത്. ഏതായാലും ഇവർക്കെതിരെ കുറ്റം തെളിയിക്കാനായിട്ടില്ലെന്നാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഇനി തുടർ നടപടികളിലേക്ക് പോകുമോ? പ്രത്യേകിച്ച് 2 BJP പ്രവർത്തകരാണ് കൊല ചെയ്യപ്പെട്ടത്. പ്രതിഭാഗത്തുണ്ടായിരുന്നത് CPIM പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ മേൽക്കോടതി അടക്കം സമീപിക്കുമോ എന്നതാണ് അറിയേണ്ടത്.